മക്കളാ ഇത് നോക്കിങ്ങള്. ഓ ഞാൻ പറയാ നോ വേർഡ്സ് മാൻ, നോ വേർഡ്സ്. എന്താണ് ഇത് കാണിച്ച് നോക്കിയാ ജി. അപ്പതാ മച്ചാമാര് 12 കിലോമീറ്റർ ട്രക്ക് ചെയ്തതാ ഞങ്ങളെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ബസ്സിലോ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ബസ്സിലോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി ഏരിയ ബസ്സിലോ, ഒരുപാട് ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ ആണ്. ഇനി 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യാണ്ട് ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം ട്രക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ രാവിലെയാണ് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല വെയിലുണ്ട്, പക്ഷേ എന്താണ് ചൂട് നിറ സംഭവം ഇവിടെ ഇല്ല. നല്ല തണുത്ത വെള്ളം, ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു ചെറിയ ഒരു നദി ഒഴുകുന്നുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ല ഒന്നും പറയാല്ല, അടിപൊളി. ഈ സ്ഥലം നോക്കി നിങ്ങൾ, അടിപൊളി ഒരു ഏരിയ. ചുറ്റോട് ചുറ്റും മലകളാണ് കേട്ടോ. മലകൾക്ക് നടുവിലായിട്ടൊരു താഴ്വാരം. അപ്പോൾ ഈ ഒരു ഇങ്ങോട്ട് വന്നൊരു രാവിലെ ഒസ്ലേന്നാണ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രക്കിംഗ് ആണ്. 12 കിലോമീറ്റർ ആണ്ടിയിട്ടപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വെരി നൈസ്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ സ്ഥലങ്ങളും കാണാനും അടിപൊളി എന്നാണ്, അടിപൊളി. ഒന്ന് പറയാം, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടേക്ക് വന്ന് എക്സ്പീരിയൻസ് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താം. നമ്മളെ ദുഃഖം വിഷമങ്ങളൊക്കെ ഇവിടെ ആ ഒരു ട്രക്കിങ് ചെയ്താൽ തന്നെ ഒക്കെ പമ്പ കിടക്കും കേട്ടോ. അടിപൊളി ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ട്രക്കിങ്. ആ മലകൾ കയറിയപ്പോഴും സെറ്റാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. കാരണം ഒരു ഗൈഡ് മസ്റ്റ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗൈഡ് മസ്റ്റാണ്. സാംഗ്രിയിൽ നിന്നാണ് ഈ ഒരു ബേസ് ക്യാമ്പ്, സാംഗ്രീൻ്റെ കീഴിലുള്ള ബേസ് ക്യാമ്പാണ് അർക്കിൻതുണ്ട്, അതുപോലെ തന്നെ കേദാർകാന്തൊക്കെ വരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തായാലും ഒരു ലോക്കൽ ഗൈഡ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കയറുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ 4 ദിവസം 5 ദിവസമാണ് ട്രക്കിൻ്റെ കാലാവധി ദിവസം വരുന്നത്. അപ്പോൾ ഏകദേശം ചെക്ക് ഫോറസ്റ്റിൽ ഒരാൾക്ക് വരുന്നത് 4 ദിവസത്തിന് 400 രൂപയാണ്. 800 റുപ്യ വരും. നമ്മൾ 2 പേരാണുള്ളത്. 800 റുപ്യ ഏകദേശം വന്നു. പിന്നെ നമ്മൾ ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡിൻ്റെ ക്യാഷ് നമ്മൾ കരുതണം. പിന്നെ അവിടെ നിന്ന് വണ്ടിക്കൂലി ഈ സാംഗ്രിയിൽ നിന്ന് ഒരു ഗ്രാമമുണ്ട്, ആ പേരും കിട്ടുന്നില്ല, അവിടത്തേക്ക് ഏകദേശം 600 രൂപ 200 രൂപയാണ് ഒരാൾക്ക് വണ്ടിക്കൂലി. ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. അടിപൊളിയായിട്ടാണ്. ആ റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം ഒരു എക്സ്പീരിയൻസ്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്രയും. കാരണം നമ്മൾ കാശ്മീരിലൊക്കെ പോയിട്ടുണ്ടാവും, കാശ്മീർ കണ്ടിട്ടുണ്ടാവും. കാശ്മീരിൽ നിന്ന് നമ്മൾ ജമ്മുതാവിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന ആ റൂട്ട് അതിനെക്കാട്ട് അടിപൊളി റൂട്ടാട്ടോ ഇങ്ങോട്ടുള്ള റൂട്ട്. അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് പേടി തോന്നും ആ റൂട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. വലിയ വലിയ കൊക്കയും കാര്യങ്ങളൊക്കെ. അത് ഒരു ഒന്നുമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്ര. അപ്പോൾ മലയാളികളാണ് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങോട്ട് നമ്മൾ വരണം, വന്ന് കാണുന്നെ വേണം. നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് ഈ ഒരു സ്ഥലം, ഈ ഒരു ട്രക്കിങ്, അർക്കിൻതുണ്ട് ട്രക്കിങ്. ഇവിടെ വരാം. എത്ര പൈസ, നമ്മളൊന്നും പൈസ നോക്കിയിട്ട് വന്നതല്ല, നമ്മൾ സന്തോഷം കണ്ടെത്താം, ഹാപ്പിനെസ് കണ്ടെത്താം. അതിന് നമ്മൾ വന്നിട്ട് ആ ഹാപ്പിനെസ് കിട്ടുക നമ്മൾ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും വരണം, നമ്മളൊന്ന് കാണണം. നമ്മൾ മലയാളീസ് അധികം ആരും ഇവിടെ എത്തിയിട്ടില്ല തിരക്ക്. അപ്പോൾ എല്ലാവരും പറയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അത്രക്കും ഒന്നും പറയാനില്ല ഈ ഒരു ട്രക്കിങ്. അപ്പോൾ ചെങ്ങൈമാർ, ഇതാണ് ബസ്ലോ വാലി. മലകൾക്ക് നടുവിലായിട്ടാണ് കേട്ടോ ഈ ഒരു താഴ്വാരം നിൽക്കുന്നത്. ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞവരും ട്രക്കിങ്ങിന് പോണവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയാൽ വാടക നമുക്ക് ടെൻറ്റ് കിട്ടും, പക്ഷെ നല്ല റേറ്റാണ്. ഞങ്ങളെ കയ്യിൽ തന്നെ ടെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല സ്പോട്ട് നോക്കി ഞങ്ങൾ ടെൻറ്റ് കെട്ടിട്ടോ. നോക്കി നിങ്ങൾ ബാക്കോട്ടൊക്കെ എന്ത് മനോഹരമായ കാഴ്ചയാണല്ലോ, മഞ്ഞ മലകൾ. സീനല്ല കേട്ടോ. അങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച്. അപ്പോൾ അവിടെ കുറച്ച് ഹിമാലയത്തിലെ ചെക്കന്മാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കൂടെ പോയി ക്രിക്കറ്റൊക്കെ കളിച്ച് എന്ത് രസമാരോ അങ്ങനെ ക്രിക്കറ്റ് കളിച്ചിരിക്കാനൊക്കെ ഈ മഞ്ഞുമലകൾക്ക് നടുവിലായിട്ട്. വേറൊരു ഭാഗത്ത് നമ്മളെ ഗൈഡ് ഞങ്ങൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾ ഉണ്ടാക്കണ പുലാവാന്ന് പറഞ്ഞത്. നോക്കിയൊക്കെ എന്താ അവസ്ഥ എന്ന് അറിയില്ല, പുലാവ് ഉണ്ടാക്കി തരുന്നുണ്ട് ഞങ്ങൾക്ക്. ഈ ട്രക്കിങ്ങിൽ മാഗി മാത്രമായിരുന്നു കേട്ടോ ഞങ്ങളെ ഭക്ഷണം ഉണ്ടായിരുന്നത്. ഫുള്ള് മാഗി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മാഗി മാത്രം ഞങ്ങൾ പുലാവ് നിന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര രസം, സാധനം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി ചുറ്റി കറങ്ങിയതായിരുന്നു കേട്ടോ. കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത്. തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തണുപ്പ് കൂടി ഞങ്ങൾ ടെൻറ്റിൽ കയറി കേട്ടോ.
അങ്ങനെ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി ഈ തണുപ്പത്ത് അവിടെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മളെ ഹർക്കിന്ദുൻ ട്രക്കിൻ്റെ 3ാമത്തെ ദിവസം ഇന്ന് രാവിലെ 6:30 ബൊസ്ലോ തായ്വരെന്ന് നമ്മൾ പുറപ്പെട്ടിട്ടോ. ഏകദേശം 2 മണിക്കൂറാണ് ഹർക്കിന്ദുൻ വാലിയിലേക്കുള്ളത്. ഇത് നോക്കി നിങ്ങൾ, ഓ റൂട്ട് നോക്കി, സെറ്റാണ്. ഓരോ റൂട്ടും അടിപൊളിയാട്ടോ, കയറുന്നതനുസരിച്ച് അടിപൊളിയായിട്ട് വരാം കേട്ടോ. പക്ഷികളെ സൗണ്ടും ഓ തൊട്ടടുത്തോട്ട് ഒഴുകുന്ന റിവറിൻ്റെ സൗണ്ടും ആ നടത്തും ട്രക്കിങ്ങും ഓ സെറ്റാണ് മക്കളെ, വൈബാണ്. ഇങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ നമുക്ക്. ഒക്കെ അടിപൊളിയാണ്. നോക്കി നിങ്ങൾ ഒഴുകണേ റിവർ. നേരെ ഗൈഡായിട്ട് വരുന്നത് നമ്മൾ ലോക്കൽ ഗൈഡ് സാങ്കേതിക ഒരു ആയ കൊടുത്താണ്. ഓ നൈസാണെന്ന് പറയുന്ന മൂപ്പര്. ആകെ ഇതായിക്കണം കേട്ടോ, ദയവാനായിക്കണം. അണ്ണന് കുറച്ച് നടക്കും കുറച്ച് ഇരിക്കും, കുറച്ച് നടക്കും കുറച്ച് ഇരിക്കും, അങ്ങനെയാണ്. പിന്നെ കേട്ടോ സ്നോ ആണ് കേട്ടോ, നമ്മൾ കട്ടായതാണ്. വെള്ളവും മഞ്ഞും കൂടി കട്ടായാണ്ട് ഫുള്ള് ഇതാണ് കേട്ടോ. അടിയിൽ കൂടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. നോക്കി, ഓ സെറ്റാണ്. വതുക്കുണ്ട് കേട്ടോ അവിടെ, നോക്കി തന്നെ പോണം. വെള്ളവും മഞ്ഞൊക്കെ കട്ടായൊരു സാധനമാട്ടത്. ഇതിൻ്റെ പേര് ബർഫി എന്നാണ്. ബർഫി എന്നാട്ടോ ഇതിന് പറയാം. നല്ല ബതുക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ ഇതിൽ കൂടെ നടക്കണം. ഞാൻ ഒന്ന് തെന്നി വീണ് കേട്ടോ. ട്രൈപ്പോഡ് മുന്നിൽ വെച്ച് വീഡിയോ എടുക്കാൻ മണ്ടാണ് കേട്ടോ ജുരേത്. നമുക്ക് നോക്കി നോക്കാം വീഡിയോൻ്റെ വിഷ്വൽസ് കണ്ടു നോക്കിയില്ല. നമ്മൾ 2ാമത്തെ ദിവസം ക്യാമ്പ് ചെയ്ത ബൊസ്ലോ വാലിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ആട്ടോ ദൈവത്തിൻ്റെ താഴ്വാരം എന്ന് വിളിക്കപ്പെടുന്ന ഹർക്കിന്ദുൻ വാലിയിലേക്കുള്ളത്. നോക്കി നിങ്ങൾ, നല്ല രസമുള്ള അടിപൊളി റൂട്ടാട്ടോ ഇവിടുന്ന് വീണ്ടും ദൈവത്തിൻ്റെ താഴ്വാരത്തേക്കുള്ളത്. സീന് റൂട്ടുകൾ, പാലം, പുറത്ത് വെള്ളച്ചാട്ടം. ഓ ഉടനെ കുത്തി ഒലിച്ച് വരാൻ കേട്ടോ. ഇത് നോക്കിയാൽ ഓ വെള്ളച്ചാട്ടം കുത്തി ഒലിച്ച് വരുന്നുണ്ടോ. നല്ല അടിപൊളി പാലം, എണ്ണ പാലം. ഓ നോക്കിയാണ് ഒന്നുകൂടെ പോരിട്ടാവും. നല്ല മഴയുണ്ട് കേട്ടോ. ഓ ചുറ്റോട് ചുറ്റും പച്ചപ്പ് നോക്കിക്കള്, പച്ച വിരിച്ച പരവതാനിയൊക്കെ, ഉള്ളും മലയും നല്ല മഴയും തണുത്ത കാറ്റും. ഓ വൈബന്നട്ടാ. നമ്മൾ കക്കരി നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നാട്ടാ. നല്ല വെള്ളം വരുന്നുണ്ട്. ജുനൈദ് കക്കരി വെട്ടുകൊണ്ടിരിക്കുക.
कोणचा वाला स्वर्गरोहिणी അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടാ കണ്ടോ അടുത്തായി മര. ഓ നല്ല അടിപൊളി വെള്ളം ഒഴുകുന്നു, റിവറും വീടും. ഓ നദികള് സെറ്റാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കാണണം കേട്ടോ. അടിപൊളിയാണ് ഈ ട്രക്കിങ്ങിൻ്റെ ഏരിയയും ആ ഒരു കയറ്റും തണുപ്പും തണുത്ത കാറ്റും മജ സെറ്റാണ്, ഒന്നും പറയാല്ല, സീനുണ്ട്. മക്കളാ ഇത് നോക്കിങ്ങള്. ഓ ചോട് ചുറ്റും മഞ്ഞു മുതച്ച മലകളും റിവറും. ഓ വെരി നൈസ്ലി കേട്ടോ. ഇങ്ങോട്ട് നോക്കിങ്ങൾ വീടും. ഓ തണുപ്പും തണുത്ത കാറ്റും നല്ല മൂടിയ കാലാവസ്ഥ. ഓ ഒന്നും പറയാല്ലോ കേട്ടോ. എന്നിട്ട് വരണം കേട്ടോ, ഒരു ലോകം തന്നെ ആട്ടത്. ഹർക്കിന്ദൻ വാലിയും അതിൻ്റെ ഓ ഒരു തായ്വാരം നോക്കിങ്ങൾ. വെരി നൈസ് കേട്ടോ. വരണട്ടോ ഇങ്ങോട്ട് വന്ന് ഇത് കാണണം നിങ്ങൾ. ആ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസും ഇവിടേക്ക് വന്നുള്ള ആ ഒന്നും പറയാല്ല, നൈസ്. ഓ നോക്കിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മളെ ദുഃഖം വിഷമൊക്കെ പോയത് പോരാ മക്കളെ. നോക്കി ഓ സീനാട്ടോ. നോക്കി മഞ്ഞ് വിതച്ച മല അടുത്താട്ടോ. ഓ നമ്മൾ കേരളക്കാരോട് നിങ്ങൾ പറയാനുള്ളത് ഇവിടേക്ക് ഒരു തവണെങ്കിലും വരണം, ഇത് കാണണം. നമ്മൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ പറയും എന്താ അതിൻ്റെ അവസ്ഥ എന്നല്ലേ. ഒരു ലോകം, ഒരു സ്വർഗം തന്നെ അതത്. ഈ ഓ നൈസ് സെറ്റ് മക്കളെ. ഓക്കെ വരിങ്ങൾ എന്നിട്ട് ഇതൊക്കെ കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടിട്ട് ഇവിടെ. നമ്മൾ കേരളത്തിൽ നിന്ന് ഇരുന്നാൽ ഇതൊന്നും കിട്ടൂല. പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാം, ഇത് കാണാം. എന്നിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചവർക്ക് പോവാം. ജുനൈദാ എന്താ ഇത് കണ്ടിട്ട് പറയാനുള്ളത്? ഒന്ന് പറയടാ. ഞാൻ പറയാം. നോ വേർഡ്സ് മാൻ, നോ വേർഡ്സ്. എന്താണ് ഇത് കാണിച്ച് നോക്കിയാ ചെയ്യും. ഒന്നൊന്നും പറയാനില്ല കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ മക്കളെ, ദൈവത്തിൻ്റെ താഴ്വാരത്തിലെ മനോഹരമായ ഓരോ കാഴ്ചകളും നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. അങ്ങനെ ദൈവത്തിൻ്റെ താഴ്വാരത്തിൽ നിന്ന് ഓ സീര് ബാഗൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഓ അടിപൊളി. ഓ കാണുന്ന മല കേട്ടോ സ്വർഗരോഹിണി. സ്വർഗാണ് കേട്ടോ, ഒരു സ്വർഗം തന്നെ. ഇതാണ് ഹർക്കിന്ദൻ വാലി. ഓ പേരെന്താ പറഞ്ഞ അതിൻ്റെ പേരെന്താ പറഞ്ഞു? അപ്പോൾ ചങ്ങായിമാരെ നോക്കിയിട്ട് നിങ്ങൾ നമ്മളിവിടുന്ന് പോവാണ്. ലാസ്റ്റ് ടൈമാണ്. ഒന്നും പറയാല്ല കേട്ടോ, മസ്റ്റാണ് കേട്ടോ ഇവിടേക്ക് വരില്ല. നമ്മളെ മലയാളീസ് അധികം ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ. ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ ഒരു ഹർക്കിന്ദൻ ട്രക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ കാണുന്നതാണ് ആ കോട വെച്ച് കാണില്ലേ, അതാണ് സ്വർഗരോഹിണി പറഞ്ഞ വാലി എന്ന് പറയുന്നത്. ഓ നൈസാണ്. നല്ല മഞ്ഞ് മൂടിപ്പൊതച്ചൊരു കാലാവസ്ഥയും തണുത്ത കാറ്റും ചുറ്റോട് മലകളും. ഓ ഒന്നും പറയാല്ല, ഇവിടേക്ക് വരിക, ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോവുക. നമ്മളെ ദുഃഖവും വിഷമങ്ങളൊക്കെ ഇവിടെ വന്നാൽ അതൊക്കെ മാറും കേട്ടോ. അതിനിങ്ങോട്ട് വരണം തന്നെയാണ്. കേരളത്തിൽ നിന്നിട്ടൊരു കാര്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ഉള്ള പൈസ ഒക്കെ ഒപ്പിച്ച് കണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ ഈ ലോകം, ഇവിടെ ഈ ലോകം ഉണ്ട് കേട്ടോ, ഒരു സ്വർഗം തന്നെ കേട്ടോ ഇതൊക്കെ.
ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമ്മൾ പോവാണ് ഇവിടെ നിന്ന്. ഇതാണ് ഹർക്കിന്ദോൺ വാലി എന്ന് പറയുന്നത്. നിങ്ങളിങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് കണ്ടു പോവാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.